اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم أنزله المقعد المقرب عندك يوم القيامة അർഹം റഹീമായ ദയാലുവായ കരുണയുള്ള അല്ലാഹ് ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നീ ഇഷ്ടപ്പെടാത്ത ആരും ഈ സദസ്സിലില്ല അല്ലാഹുവേ ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാണ് റഹ്മാനെ. ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ പടച്ചോനെ. അല്ലാഹുവേ ജീവിതത്തിൽ ചെയ്ത പാവങ്ങൾ മുഴുവനും നിന്റെ മുന്നിൽ കരഞ്ഞ് ഏറ്റുപറയുകയാ. നീ പുറത്തു ആ തമ്പുരാനെ, നീ പുറത്തു തരണേ റഹ്മാൻ, നീ പുറത്തു തരണേ റഹ്മാനെ. ഇത് ഞങ്ങളുടെ തൗബയാ അല്ലാഹ്, ഇത് ഞങ്ങളുടെ തൗബയാ അല്ലാഹ്. ഇനി ഞങ്ങൾ ചെയ്യില്ല റഹ്മാനെ, ഇനി ചെയ്യില്ല റഹ്മാനെ. അല്ലാഹ് ഞങ്ങളുടെ പാവങ്ങൾ പുറത്ത് പടച്ചവനെ. അല്ലാഹുവെ നന്നാവാനുള്ള കൊതി കൊണ്ട് ചോദിക്കുകയാ, ഒരവസരം കൂടെ താ റഹ്മാനെ. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഇന്ന് ഞങ്ങളുടെ ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ നീ യാത്രയാക്കണേ അല്ലാഹ്. ഈ പോണ വഴിയിലങ്ങ് മരിച്ച നീ സ്വർഗം തരണേ തമ്പുരാനെ. അല്ലാഹുവെ ഞങ്ങളുടെ വാപ്പായും ഉമ്മായും ഖബറില, നീ അവരുടെ കരുണ കാണിക്കണേ റഹ്മാനെ, നീ കരുണ കാണിക്കണേ പടച്ചവൻ. എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സദസ്സിൽ നിന്ന് ബർക്കത്ത് കൊണ്ട് നീ അവർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാൻ. ആ ഖബറിന്റെ അകത്ത് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ റഹ്മാൻ. അല്ലാഹുവെ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന വാപ്പയ്ക്കും ഉമ്മയ്ക്കും നീ ശിവ കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. വേദനിപ്പിക്കല്ലേ തമ്പുരാനെ. വീടിന്റെ അകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. അല്ലാഹുവെ ഞങ്ങൾ പലരും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ, നീ ശിവ തരണേ പടച്ചവൻ, ആഫിയത്ത് തരണേ റഹ്മാൻ. ഹർത്തു മുറിക്കല്ലേ അല്ലാഹ്, ക്യാൻസർ തരല്ലേ അല്ലാഹ്, ക്യാൻസർ തരല്ലേ അല്ലാഹ്, ട്യൂമർ നൽകല്ലേ അല്ലാഹ്, കിഡ്നി തകർക്കല്ലേ അല്ലാഹ്, ശരീരം തളർത്തല്ലേ അല്ലാഹ്, ബ്ലോക്ക് തരല്ലേ അല്ലാഹ്. അല്ലാഹുവെ പടച്ചവനെ കിടന്ന് കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ പടച്ചവൻ. ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കില്ലേ അല്ലാഹ്, ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാഹ്. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ പടച്ചവനെ. അല്ലാഹ് ഭാര്യയും മക്കളും ബന്ധുക്കളും കൂടപ്പറപ്പുകളും നോക്കി നോക്കി മടുത്തു മരിച്ചാ മതി എന്ന് പറഞ്ഞ് ദുആ ചെയ്യല്ലേ അല്ലാഹ്. അങ്ങനെ ഒരവസ്ഥ വരെ നീ എത്തിക്കല്ലേ തമ്പുരാൻ. അല്ലാഹ് ഞങ്ങളുടെ മക്കൾ നീ നന്നാക്കി താ പടച്ചവനെ. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാഹ്, നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ അല്ലാഹ്, മയ്യത്ത് കുളിപ്പിക്കുന്ന മക്കളെ തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഖബറിൻ തേടി വന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവെ ജീവിച്ചിരിക്കുന്ന അല്ലാഹു പടച്ചവനെ റബ്ബേ, എപ്പോ എവിടെ വെച്ചാ മരിക്കുന്നതെന്നറിയില്ല. ഒരു നല്ല മരണം തരണേ പടച്ചവൻ. വെള്ളിയാഴ്ച രാവിൽ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്, കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ തമ്പുരാൻ. അല്ലാഹുവെ നല്ലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവെ ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളുടെ ചുമലിലിരിക്കുന്ന മലക്കുകൾ കരയണേ റഹ്മാനെ. ഞങ്ങൾ പോകുന്ന തോർത്തവര് കരയണേ തമ്പുരാൻ. അല്ലാഹുവെ പടച്ചവനെ ഇവിടുത്തെ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഉഖ്റവിയായ പണ്ഡിതന്മാരാക്കണേ അല്ലാഹ്, ഉഖ്റവിയായ പണ്ഡിതന്മാരാക്കണേ അല്ലാഹ്. ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഹദീബ് ഉസ്താദിനെയൊക്കെ നീ അനുഗ്രഹിക്കണേ തമ്പുരാൻ. അല്ലാഹുവെ പടച്ചവനെ ഇത്രയും നേരം ഈ സദസ്സിൽ ഇരുന്ന രോഗം പിടിച്ചിട്ട് പോലും ഇരുന്ന എൻ്റെ വാപ്പമാര് നല്ല മരണം കൊടുക്കണേ അല്ലാഹ്, നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവെ ഈ ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ തമ്പുരാൻ. അല്ലാഹുവെ നല്ല ജോലി, നല്ല ഇണ, നല്ല ജീവിതം ഈ പാവങ്ങൾക്ക് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവെ എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ അല്ലാഹുവെ. ഒരുപാട് വേദന തിന്നു, ഇനി നീ അറുത്തു മുറിക്കല്ലേ പടച്ചവനെ. കണ്ണുനീര് കുടിപ്പിക്കല്ലേ റഹ്മാനെ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവെ റഹ്മാനെ, ഈ പരിപാടികളുടെ സംഘാടകരെ നീ കൈവിടല്ലേ അല്ലാഹ്, നീ കൈവിടല്ലേ അല്ലാഹ്. അല്ലാഹുവെ ആര് കൈവിട്ടാലും നീ കൈവിടല്ലേ പടച്ചവനെ. അവരെ നീ വളർത്തണേ പടച്ചവനെ. അല്ലാഹുവെ എനിക്കിങ്ങനെ ഒരു മകനെ കിട്ടിയല്ലോ എന്നോർത്ത് ഇവരുടെ ഉപ്പയും ഉമ്മയും സന്തോഷിക്കണേ അല്ലാഹ്. അല്ലാഹുവെ പടച്ചവനെ റബ്ബേ, എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തിന് നീ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാഹ്. ഹൗദുൽ കൗസർ കൊടുക്കണേ പടച്ചവൻ.
അള്ളാഹു അവിടുത്തെ സഹോദരിമാരുകളൊക്കെ നീ അനുഗ്രഹിക്കണേ അള്ളാഹു അഹങ്കാരികളാക്കല്ലേ പടച്ചവനെ. അള്ളാഹു ആ മക്കളെയൊക്കെ നീ ഹാഫിളീങ്ങളും ആലിമീങ്ങളാക്കി കൊടുക്കണേ പടച്ചവനെ. ആ കുടുംബത്തിലെ എല്ലാവരുടെ മുഖത്ത് കണ്ട സന്തോഷം നീ നിലനിർത്തി കൊടുക്കണേ മൈക്ക് സെറ്റിന്റെ പ്രവർത്തകന്മാർക്ക് എല്ലാവിധ അപൂർത്തിയും നൽകണേ പടച്ചവന്. ക്യാമറയുടെ പ്രവർത്തകർ അനുഗ്രഹിക്കണേ റഹ്മാന്. അള്ളാഹുവേ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ അള്ളാഹുവേ പടച്ചവനെ റബ്ബേ. ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ പടച്ചവനെ. ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി ചോദിച്ചപ്പോൾ 41 പവൻ തന്നവരാ. നീ മറക്കല്ലേ റബ്ബേ, നീ മറക്കല്ലേ റബ്ബേ. അവർക്കൊക്കെ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം കൊടുക്കണേ അവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഈ പള്ളിയുടെ പണി നീ എളുപ്പത്തിലാക്കണേ അതിനെ സഹായിച്ചവരെ നീ സഹായിക്കണേ അതിന്റെ പരിപാലകരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാന്. അള്ളാഹുവേ പടച്ചവനെ ഇസ്മായിൽ ഖാസിമി ഉസ്താദിന് നീ ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവേ തന്റെ ഭാര്യ ഗർഭിണിയാണ് പടച്ചവനെ, സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. സാലിഹായ സന്താനം മക്കണേ പടച്ചവനെ. സുൽഫി എന്ന ചെറുപ്പക്കാരനെ അനുഗ്രഹിക്കണേ റഹ്മാനെ. സാലിം എന്ന പൊന്നുമോന്റെ പ്രയാസമൊക്കെ മാറ്റണേ റഹ്മാനെ. ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ പടച്ചവനെ ഈ മംഗലാപുരത്തിന്റെ ഒരുപാട് പരിസര പ്രദേശങ്ങളിൽ നിന്ന് എത്രയോ ദൂരം വന്ന മക്കളുണ്ട്. ഞങ്ങളെ സ്വർഗത്തിലെ കൂട്ടുകാരാക്കണേ റഹ്മാനെ. ആ മക്കളുടെ ആക്കിബത്ത് നന്നാക്കണേ പടച്ചവനെ. അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ ഹോസ്പിറ്റലിൽ കഴിയുന്ന ആ പിതാവിനോട് നീ കരുണ കാണിക്കണേ അള്ളാഹുവേ ആ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ പടച്ചവനെ റബ്ബേ ഈ ദുആയെ കബൂലാക്കണേ അള്ളാഹുവേ ഷാഫി ഉൾപ്പെടെ BC റോഡിൽ എൻ്റെ കൂട്ടുകാരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അള്ളാഹുവേ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ പടച്ചവനെ. അള്ളാഹുവേ മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കി കളയല്ലേ പടച്ചവനെ. രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അള്ളാഹുവേ ഞങ്ങളുടെ മക്കൾ അവരുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ തരല്ലേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ തരല്ലേ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ പടച്ചവനെ. അള്ളാഹുവേ ഒരാളുടെ മുന്നിൽ നീ ഞങ്ങളെ നാണം കെടുത്തല്ലേ പടച്ചവനെ. അള്ളാഹുവേ ഹാർട്ടിന് സുഖമില്ലാത്ത പിഞ്ചു കുഞ്ഞു അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു ഇപ്പൊ ഇവിടെ നിന്ന് പടച്ചവനെ ഒന്ന് തളർന്നു കൊണ്ടുപോയ ആ പൊന്നുമോന് നിന്റെ കരുണ കൊണ്ട് നീ ശിഫ കൊടുക്കണേ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ ലത്തീഫ് എന്ന എൻ്റെ കൂടപ്പുറപ്പിനെ നീ അനുഗ്രഹിക്കണേ അള്ളാഹു നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവേ പടച്ചവനെ ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അള്ളാഹുവേ പടച്ചവനെ. അള്ളാഹുവേ നന്ദാവരയിലുള്ള ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അള്ളാഹുവേ നീ ഖബറിടം വിശാലമാക്കി കൊടുക്കണേ റഹ്മാൻ. അള്ളാഹുവേ പടച്ചവനെ റബ്ബേ ഈ ദുആയെ നീ സ്വീകരിക്കണേ അള്ളാഹുവേ എൻ്റെ വാപ്പ ഖബറില്ല, നീ ആ പാവപ്പെട്ടവനോട് കരുണ കാണിക്കണേ റഹ്മാൻ. എൻ്റെ ഉമ്മച്ചി റബ്ബേ നീ ദീർഘായുസ് കൊടുക്കണേ എൻ്റെ സഹോദരങ്ങൾ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവിൻ്റെ ഭാര്യയെ നീ സാരിഹത്താക്കണേ അള്ളാഹുവേ എൻ്റെ 2 മക്കൾ കരുണക്കടലെ നീ ശിഫ കൊടുക്കണേ എൻ്റെ മക്കളുടെ മുഖത്തെ സന്തോഷം നീ തിരിച്ചു തരണേ റഹ്മാൻ. അവന്മാരെ 2 പേരെയും നീ ഹാഫിളീങ്ങളാക്കി തരണേ ഈ ശബ്ദം നിലനിർത്തി തരണേ പടച്ചവൻ. അഹങ്കാരം തരല്ലേ അള്ളാഹുവേ നിന്റെ ദീനിനെ വിറ്റിട്ട് ജീവിക്കേണ്ട ഗതികേട് എനിക്ക് നീ തരല്ലേ അള്ളാഹു പടച്ചവനെ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യാനും ഭാഗ്യം തരണേ പടച്ചവനെ. അഹങ്കാരം തരല്ലേ പടച്ചവനെ. അള്ളാഹുവേ ഈ പുണ്യമാസത്തിനെ ബഹുമാനിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ പടച്ചവൻ. അള്ളാഹുവേ ജബ്ബാർ ഉസ്താദിന്റെ അവിടെ നടക്കുന്ന പരിപാടി നീ വിജയിപ്പിക്കണേ റഹ്മാനെ. അള്ളാഹുവേ എല്ലാവിധ സഹായങ്ങളും നൽകണേ റഹ്മാനെ. അള്ളാഹുവേ പടച്ചവനെ ഞങ്ങൾ ഇന്ന് പിരിയുകയാ. ജീവിതത്തിൽ ഈ ഒരിക്കലും കണ്ടില്ലെങ്കിൽ നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ ഈ ദുആ അവസാന ദുആ ആക്കല്ലേ
ഈ രാത്രി അവസാന രാത്രിയാക്കല്ലേ അല്ലാ, ഈ മജ്ലിസ് അവസാന മജ്ലിസാക്കല്ലേ അല്ലാ. അല്ലാഹു ഈ വഅദ് ലൈവായി കേൾക്കുന്ന നൂറുകണക്കിന് പാവങ്ങളുണ്ട്, നീ കൈവിടല്ലേ റഹ്മാൻ. അല്ലാഹുവേ പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തിലാ, നീ കൈവിടല്ലേ അല്ലാ. അല്ലാഹുവേ നീ കൈവിടല്ലേ പടച്ചവനെ. അല്ലാഹുവേ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം മാറ്റണേ റഹ്മാനെ. ഏറ്റവും കൂടുതൽ പേര് ദുആ ചെയ്യാൻ പറഞ്ഞത് മക്കള് ഹാഫിളാകാനാ, കൈവിടല്ലേ റഹ്മാനെ. ഹാഫിളീങ്ങളാക്കി കൊടുക്കണേ പടച്ചവനെ. ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു, നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഈ നിൽക്കുന്ന ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയ ഞങ്ങളുടെ ഈ ദുആ തൗബയാക്കണേ അല്ലാ, തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ നാദാ. اللهم رب ارحمهما كما ربياني صغيرا اللهم بارك لنا في شعبان وبلغنا شهر رمضان ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على